ശ്രീ ശബരിനാഥൻ, ഖദർ ഭയങ്കര ചെലവുള്ള പരിപാടിയാണല്ലോ ഇപ്പോ. നമ്മുടെ ഖാദി ബോർഡിൽ നിന്നൊക്കെ പോയി ഒരു ഖദറിന്റെ ഡ്രസ്സ് വാങ്ങണമെങ്കിൽ പൈസ അത്യാവശ്യം കൊടുക്കണം. ഞാൻ ഇപ്പൊ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേൾക്കുകയായിരുന്നു. ഞാനത് നല്ല ഉദ്ദേശത്തിലാണ് അജയ് ചേട്ടനോട് ആ കാര്യം പറഞ്ഞ പോസ്റ്റ് ഇട്ട് ആദ്യം അയച്ചതും അദ്ദേഹത്തിന്റെ വാട്സാപ്പിലേക്കാണ്. ഇത് ആക്ച്വലി ഖദർ എന്ന് പറഞ്ഞ തൂവുള്ള ഖദർ എന്നൊക്കെ ഉള്ളത് വളരെ നല്ല ഒരു എന്താ പറയുക രാഷ്ട്രീയക്കാരന് പറ്റിയൊരു ലുക്കാണ്. പക്ഷെ അതിന്റെ പ്രശ്നം ഞാൻ പറയുന്നത് ഈ പഴയ കാലഘട്ടത്തിലുള്ള പോലത്തെ ഖദറിന്റെ ഒരു ഇതല്ല. ഇപ്പൊ നല്ല ഖദർ എന്ന് വെച്ചാൽ ഇറ്റ്സ് വെരി കോസ്റ്റ്ലി. പല ആളുകളും ഖദർ എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നത് ലിനനാണ്. അപ്പൊ ലിനന്റെ മെറ്റീരിയലിലേക്ക് ഒരു വിലയും മെയിൻ്റനൻസും അറിയാമല്ലോ. ഇപ്പൊ രണ്ടാമത്തെ കാര്യം നിങ്ങൾ തിരുവനന്തപുരത്ത് ഏറ്റവും ബുദ്ധിമുട്ട് ഖദർ അലക്കി കിട്ടാൻ വേണ്ടിയാണ്. അതിന് വേറെ കളർ ഷർട്ട് ആണെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഈ ലോ കോസ്റ്റ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, നല്ല ഓപ്ഷൻസും ഉണ്ട്. അത് പെട്ടെന്ന് ഡ്യൂറബിളും ആണ്, പെട്ടെന്ന് യൂസബിളും ആണ്. അപ്പൊ ഈ അതുകൊണ്ട് ഞാൻ പറഞ്ഞൊരു പോയിന്റ്, നമ്മൾ ഏത് വേഷം ഇട്ടാലും നമ്മുടെ നിലപാടുകളിലും ആദർശങ്ങളിലും നിന്നാൽ മതി, മനസ്സ് നന്നായാൽ മതി. കളർ എന്നുള്ളത് വ്യക്തിപരമായിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ വലിയ സ്റ്റൈലിഷ് വസ്ത്രം ധരിക്കുന്ന ഒരാളല്ല. ഞാൻ ഇടയ്ക്ക് തമാശയ്ക്ക് പറയും 3 ദിവസം ഖദർ 4 ദിവസം കളറാണ് എന്റെ പോളിസി എന്നുള്ളത്. അതൊന്നിനെ ഡിവീൻ ചെയ്യാനുള്ളതല്ല. ഖദർ വരിക്കുന്നവർ ഖദർ വരിക്കട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അജയ് തറയിൽ എന്ന് പറഞ്ഞാൽ വളരെ സീനിയറായ നേതാവാണ്. അദ്ദേഹത്തെ നമ്മൾ വസ്ത്രത്തിൽ തന്നെ കാണാറുള്ളൂ. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത് എന്തായിരിക്കും? അയ്യോ അതല്ല, അദ്ദേഹം അത് നല്ല ഉദ്ദേശിച്ച് പറഞ്ഞാണ്. ഇപ്പൊ എന്റെ അച്ഛനാണെങ്കിലും ലീഡറായിരുന്നെങ്കിലും ഉമ്മൻചാണ്ടി സാർ ഇതൊക്കെ 24 മണിക്കൂർ ഖദർ ഇട്ടിരുന്ന ആളുകളാണ്. പക്ഷെ അതിൽ നിന്ന് മാറി ഖദറിന്റെ ഞാൻ പറഞ്ഞില്ലേ, ഖദർ മാറി ലിനനായി. പിന്നെ ഖദറിന്റെ വെളുപ്പ് കൂടണമെങ്കിൽ അതിന്റെ മെയിൻ്റനൻസ് കൂടുതലാണ്. ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെ ഏറ്റവും പാട് ഞാൻ പറയുന്നല്ലോ, ഇവിടെ ഏറ്റവും പാട് പണ്ടൊക്കെ പറയുന്നത് നമ്മൾ ഈ സിംഗിൾ സ്ക്രീനിൽ സിനിമാ ടിക്കറ്റ് കിട്ടാനും ഈ ഖദർ ഓൺ ടൈം ഒന്ന് തിരിച്ചു കിട്ടാനും ഏറ്റവും പാട്. അതുകൊണ്ട് അതിലും നല്ലത് വീട്ടിലാണെങ്കിൽ മറ്റേ നമുക്ക് ഉപയോഗിക്കാം, വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാം, അത്യാവശ്യം പെട്ടെന്ന് ഇസ്തിരിയിട്ട് പോവുകയും ചെയ്യാം. അത് മെയിൻ്റനൻസ് സാധാരണ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് മെയിൻ്റനൻസ് ഒരു വലിയ കാര്യം തന്നെയാണ്. എന്തായാലും ഈ ഡ്രസ്സിലൊന്നും അല്ല കാര്യം, പ്രവൃത്തിയിലാണ് കാര്യം എന്നുള്ള ആശയത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ബാക്കി ആൾക്കാരുടെ ഇൻഡിപെൻഡന്റ് ചോയ്സ് ആണ്. ഞാൻ എന്തായാലും കളർ എന്റെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്ന ആളാണ്. രസകരമായ സംവാദം വിഷയം എന്ന നിലയ്ക്ക് എടുത്തു തന്നെ ഉള്ളൂ കേട്ടോ. അങ്ങനെ വളരെ രസകരമായി കാണുന്നൊന്നുമല്ല, വളരെ രസകരമായ ഒരു സംവാദം എന്ന നിലയ്ക്ക് എടുത്തു എന്നേ ഉള്ളൂ. ഒരു പോസ്റ്റ് മറുപടിയും ഒക്കെ വന്നപ്പോൾ എടുത്തു എന്നേ ഉള്ളൂ. അത് വലിയ പക്ഷെ കൗതുകമുള്ളതുകൊണ്ട് എടുത്തു. നിങ്ങളുടെയൊക്കെ പ്രതികരണം തേടി എന്നേ ഉള്ളൂ. വളരെയധികം നന്ദി കെ ശബരിനാഥൻ.